ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുകയാണ് കിരണും രതീഷും അതുപോലെ തന്നെ നമ്മുടെ വേലുവും കൂടിയിട്ട് അങ്ങനെ കാടിന്റെ ഉൾഭാഗത്തേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷം മൃഗങ്ങൾക്ക് കൈകയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ കടിയും മാന്തലും ഒക്കെ ഏറ്റിട്ട് അങ്ങനെ അവിടെ കിടന്ന് ചാവുമല്ലോ, അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ വേദന അനുഭവിച്ച് കൊല്ലാനാണ് അവർ തീരുമാനിക്കുന്നത്. പക്ഷേ രാഹുലാണെങ്കിൽ കാല് പിടിക്കുന്ന പോലെ കിരണോട് പറയുന്നുണ്ട്, മോനെ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് സ്കൂളിൽ പേര് ചേർത്തത് എന്റേതാണ്, അതുകൊണ്ട് തന്നെ മോനെ എന്നെ ഇങ്ങനെ ഒരു ഇതിൽ വിട്ടുകൊടുക്കരുത്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ തല്ലിക്കൊന്നു ആ പുഴയിൽ കെട്ടി താത്തിക്കോ, എന്നാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണ കേൾക്കുമ്പോ കിരൺ പറയാണ്, അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മരിക്കാൻ ഇഷ്ടമല്ല അല്ലെ, അത് ശരി, അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ നിങ്ങൾക്കുള്ള മരണം. എന്റെ കല്യാണി നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? അപ്പോൾ രതീഷൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, കല്യാണിയെ നിങ്ങളുടെ മകളെ സംരക്ഷിച്ചതും നിങ്ങളുടെ പേരക്കുഞ്ഞിനെ സംരക്ഷിച്ചത് നിങ്ങൾ രണ്ട് ഭാര്യമാരൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ കിരൺ സാറും അതുപോലെ കല്യാണിയും ഒക്കെ അല്ലേ, എന്നിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ എന്തായാലും നിയമത്തിനൊന്നും വിട്ടുകൊടുക്കാതെ ഗംഗപ്രസാദിന്റെ അവസ്ഥ തന്നെയാണ് രാഹുലിന് ഉണ്ടാകുന്നത്. രാഹുൽ അങ്ങനെ കൂരാക്കൂരിട്ട് അതുവരെ അവരവിടെ കാത്തു നിൽക്കുകയാണ്. നല്ല ഇരുട്ടായതിനു ശേഷം അവന്റെ കൈ കെട്ടുന്നുണ്ട്, കാല് കെട്ടുകയാണ്. അതിനുശേഷം വായയിൽ തുണി തിരുകിയിട്ട് അവിടെ കിടത്തുകയാണ്. ഇവന്റെ ഒച്ച പുറത്ത് ഒരാളും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവൻ അവിടെ കിടന്ന് ഒച്ചെടുത്താലും പുറത്തേക്ക് ശബ്ദം വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇട്ടതിന് ശേഷം കുറുനരികളും അതുപോലെ ചെന്നായ്ക്കളും എല്ലാവരും വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് അവനെ കൊത്തി ആർക്കുന്നുണ്ട്, അതുപോലെ അവനെ കടിച്ചു കീറുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മരണവേദന അനുഭവിച്ച് തന്നെ രാഹുൽ അവിടെ കിടന്ന് മരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം രാവിലെ ഈ പറയുന്ന വേലു കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി പോകുന്നുണ്ട്. വേലുവിന് വരെയും പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് അവിടെ. പകല് പോലും അവിടെ ഒരാൾ പോലും യാത്ര ചെയ്യാത്തൊരു സ്ഥലത്താണ് അവനുള്ളത്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവന്റെ മരണം കാണുകയും അവൻ ജീവനില്ലാതെ കിടക്കുന്ന കാണുകയും അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണിക്ക് ബോധം വരുന്നുണ്ട്. കല്യാണിയുടെ അരികിലേക്ക് കിരൺ ചെല്ലുകയാണ്. അങ്ങനെ കിരൺ ആ സന്തോഷ വർത്തമാനം കല്യാണിയെ അറിയിക്കുകയാണ്. നിന്നെ കൊല്ലാൻ നോക്കി ആ ബഗാസുരനെ ഞാൻ ഇല്ലാതാക്കി, അവനെ ആ കാടിനുള്ളിൽ മരിച്ച നിലയിൽ മൃഗങ്ങൾ കൊത്തി വലിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ എന്തായാലും അവന്റെ ബോഡി എന്തായാലും കൊണ്ടുവരികയാണ്. അപ്പൊ പിറ്റേ ദിവസം നമ്മുടെ കിരൺ അച്ഛൻ്റെയും അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ സരയുണ്ട്, അതുപോലെ തന്നെ ശാരിയുമുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്തായാലും ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഇനിയും കല്യാണിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കണം, അവന് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ആംബുലൻസിൽ എന്തായാലും അറിയിപ്പ് വരുന്നുണ്ട്, ആംബുലൻസിൽ ബോഡി കൊണ്ടുവരുന്ന കാര്യം. അങ്ങനെ ആംബുലൻസ് അങ്ങനെ വരികയാണ് അവർ വീടിന് ഉമ്മറത്തേക്ക്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, ആരാണ് ഈ ആംബുലൻസിൽ വരുന്നത് എന്നറിയാതെ ശാരിയും സരയും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ചന്ദ്രസേന പറയുകയാണ്, നോക്കണ്ട, നിങ്ങൾക്കുള്ള സമ്മാനം തന്നെയാണ് അത്, പോയി ചെന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അവര് സംശയിച്ചിട്ട് അങ്ങനെ അവിടേക്ക് ചെല്ലുകയാണ്. എന്തായാലും സരയുവിന്റെ പ്രവൃത്തി തന്നെയാണ് രാഹുലിന്റെ ജീവൻ ഇത്ര വേഗം എടുക്കാൻ കാരണം. സരയുവിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് അച്ഛൻ നിന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ആ അച്ഛന്റെ ബോഡി കണ്ടിട്ട് സരയും ശാരിയും പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. സരയുവിന് തൻ്റെ അവളുടെ അച്ഛനെ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അതിൽ നിന്നും കിരണും ചന്ദ്രസേനനും രൂപയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതേ സമയത്ത് വീണ്ടും ഇതേ ലക്ഷ്യം, അതായത് തൻ്റെ അച്ഛനെ കൊന്നതിലായൊരു പ്രതികാരവും കൂടിയിട്ട് സരയുവിൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ സരയുവിനെ വളരാൻ അനുവദിക്കാതെ താര ആ വലിയ സത്യം അറിയിക്കുകയാണ്. രാഹുലിൻ്റെ കൂടെ കൂടി കല്യാണിയെ കൊല്ലാൻ നോക്കിയത് സരയും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ സരയു കല്യാണി മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നും കിരണിന് ഭർത്താവായി കിട്ടാനും അവളുടെ മകൾക്ക് അച്ഛനായി കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം താര അറിയിക്കുകയാണ്. അങ്ങനെ താര അത് പറഞ്ഞതിന് ശേഷം അവർക്ക് സരയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി അവളെ എല്ലാവരും വെറുക്കുകയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുകയാണ്. അമ്മയെയും മോളെയും എല്ലാം രണ്ടുപേരെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി ബോധം വന്നതിന് ശേഷം കല്യാണിക്ക് അവരോട് സഹതാപം ഒന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അവൾക്ക് ആരോടും എപ്പോഴും സഹതാപം കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അബദ്ധങ്ങൾ വന്ന് പറ്റുന്നത്. അങ്ങനെ അവര് കുഞ്ഞിനെ വിട്ടുകൊടുക്കാതെ അവർ രണ്ടുപേരെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ്. അതേ സമയത്ത്
രാഹുൽ മരണപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ന്യൂസിലൂടെ അറിയുകയാണ്. ജയിലിലും ആ ന്യൂസ് എത്തുന്നുണ്ട്. വിക്രത്തിന് അത് വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ്. ആദ്യം ഗംഗപ്രസാദിന്റെ മരണം, ഇപ്പോൾ രാഹുലിന്റെ മരണം, അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന് അത് വലിയൊരു സന്തോഷമായി മാറുകയാണ്. മനോഹർ എന്തായാലും അടുത്ത് തന്നെ പുറത്തേക്ക് പരോളിലിറങ്ങും. അവന്റെ ജയിൽ ശിക്ഷയൊക്കെ പരോളിലിറങ്ങുകയും ചെയ്യും, അതുപോലെ തന്നെ അവന്റെ ജയിൽ ശിക്ഷ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ അതായത് വിക്രം പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിക്രം ഇതുപോലെ എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ മരണവും ഉറപ്പാക്കാൻ തന്നെയാണ് കിരൺ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും കിരൺ അവനെ കൊല്ലേണ്ടി വരുന്നില്ല. അവന്റെ സ്വന്തം അച്ഛനായിട്ടുള്ള അവനെ വളർത്തു വലുതാക്കി ഇത്രയും വഷളാക്കി മാറ്റി അവന്റെ സ്വന്തം അച്ഛൻ പ്രകാശൻ തന്നെയാണ് ഇവന്റെ ജീവൻ എടുക്കുന്നത്, വിക്രത്തിന്റെ ജീവൻ എടുക്കുന്നത്. അതുപോലെ തന്നെ CI ആണെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഗംഗപ്രസാദിനെ കൊന്നൊടുക്കിയത് അത് ഈ പറയുന്ന കിരണല്ല, അത് മറ്റൊരാൾ ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് അടിച്ചതാണ്. അത് മനോഹറാണെന്നുള്ള സത്യവും തിരിച്ചറിയാൻ എന്തായാലും മനോഹർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അത് അവരുടെയൊക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ ഒരു തെറ്റ് അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ എല്ലാവരും ഞാൻ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ CIക്ക് തന്നെ മനസ്സിലാവുകയാണ് ആർക്കും വേണ്ടാത്ത, ഭൂമിക്ക് തന്നെ ഭാരമായിട്ടുണ്ടായി, സമൂഹത്തിന് തന്നെ ദോഷമായിട്ടുണ്ടായ ഒരുത്തന്റെ കേസ് അതെന്തായാലും മറ്റുള്ളവർക്ക് അത് ശിക്ഷ ഏറ്റെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അവൻ പോയത് എന്തായാലും ഈ ഭൂമിക്ക് തന്നെ നല്ലതാണെന്ന് CI മനസ്സിലാക്കി CI ആരെയും അറസ്റ്റ് ചെയ്യാതെ അവർക്കൊക്കെ അനുകൂലമായ രീതിയിൽ കേസ് തെളിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ആ കേസിൽ നിന്നും പിന്മാറുകയാണ് CI ചെയ്യുന്നത്. അതുപോലെ തന്നെ കിരണോടും ഒക്കെ മാപ്പ് ചെയ്തതിലൊക്കെ മാപ്പൊക്കെ പറഞ്ഞ അവിടെയൊന്നും ആ ഒരു ജോലിയിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റൊക്കെ ആ CIക്ക് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഇവൻ പുറത്തിറങ്ങുകയാണ്. മനോഹർ പുറത്തിറങ്ങിയതിന് ശേഷം മനോഹറിന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹറിന് കുഞ്ഞിനെ വളർത്താനുള്ള അവകാശവും അവർ കൊടുക്കുകയാണ്. അവന്റെ സ്വഭാവത്തിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോൾ അവന്റെ കുഞ്ഞിനും താമസിക്കാനുള്ള വീടും സൗകര്യവും കാര്യങ്ങളൊക്കെ കിരണൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. എന്തായാലും മനോഹർ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിനേക്കാളും വലിയ തെറ്റുകളാണ് സരയുടെ അച്ഛനൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവനോട് ക്ഷമിക്കാമെന്ന് അവർ കരുതുകയാണ്. അതേസമയത്ത് വേലുവിന്റെ വിവാഹം നടത്താൻ പോവുകയാണ്. കാടിനുള്ളിൽ വെച്ചിട്ട് എല്ലാവരും ആ വിവാഹത്തിൽ പോകുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുകയാണ്. സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് ആ അവസരത്തിൽ ഉണ്ടാകുന്നത്. സ്റ്റെഫി ആണെങ്കിലും ഇവന്റെ ഈ അന്വേഷണം ഒന്നും മുന്നോട്ട് പോകാത്തതിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക. എന്തായാലും സ്റ്റെഫി ഇനിയിപ്പോൾ അടുത്തൊന്നും അവളെയും പൂട്ടുകയാണ്, അടുത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ അവരാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടാണ് കിരണിന്റെയും കല്യാണിയുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. അവർക്ക് ശത്രുക്കളായിട്ടുള്ള എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ജീവിതമാണ് പിന്നീട് അവർക്കുണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ സീരിയൽ അവസാനിക്കാറായി, ക്ലൈമാക്സിലേക്കുള്ള പോക്കാണ്. അതോടുകൂടി നല്ലൊരു ജീവിതം, നല്ല ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.